താനൂർ താമർ ജിഫ്രി കേസ് അട്ടിമറിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ള സംഘം പ്രവർത്തിച്ചതായി സഹോദരൻ ഹാരിസ് ജിഫ്രി മീഡിയ വണ്ണിനോട്. ഉന്നത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുകയാണ്. കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നും ഹാരിസ് ജിഫ്രി മീഡിയ വണ്ണിനോട് പറഞ്ഞു. SI ശ്രീജിത്തിന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഹാരിസ് ജിഫ്രിയുടെ സഹോദരന്റെ പ്രതികരണം. 2023 ജൂലൈ 31 മലപ്പുറം SP സുജിത്ദാസിന്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് സംഘമാണ് ചേളാരിയിലെ വാടായ് ക്വാർട്ടേഴ്സിൽ നിന്ന് താമിർ ജിഫ്രി അടക്കമുള്ള 12 യുവാക്കളെ പിടികൂടിയത്. ഓഗസ്റ്റ് 1 പുലർച്ചെ 5 മണിയോടെയാണ് താമിർ ജിഫ്രി താനൂരിൽ വെച്ച് കൊല്ലപ്പെടുന്നത്. പിന്നീട് വ്യാജ FIR ഉണ്ടാക്കി പോലീസ് രക്ഷപ്പെടാൻ ശ്രമങ്ങൾ നടത്തുകയായിരുന്നു എന്നായിരുന്നു ആരോപണം. ഇതിനു പിന്നിൽ ഒരു സംഘം പ്രവർത്തിച്ചതായും ഉന്നത ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുകയാണെന്നും സഹോദരൻ ഹാരിസ് ജിഫ്രി മീഡിയ വണ്ണിനോട് പറഞ്ഞു. കുറ്റപത്രം നോക്കിയപ്പോൾ വ്യക്തമായിട്ടുള്ളത് ഈ കൊലപാതകമാണെന്നുണ്ടെങ്കിൽ നേരെ പോകുന്നത് ഡാൻസ് ഓഫിന്റെ അതോറിറ്റി ആരാ? SP-ലേക്കാണ്. അവരാണ് നിയന്ത്രിക്കണത്, അല്ലെങ്കിൽ DYSP. അപ്പൊ അവരിലേക്ക് എത്തും എന്നുള്ളത് പേടിച്ചിട്ട് 304 ഇട്ടിട്ട് അവരെ ഒന്ന് മയപ്പെടുത്തി രക്ഷപ്പെടുത്തിയതാണ്. ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിലെ കൊലക്കുറ്റം ഒഴിവാക്കി മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാക്കിയാണ് CBI കുറ്റപത്രം സമർപ്പിച്ചത്. ഇത് ഉന്നതരെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്നും തുടരന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമെന്നും കുടുംബം പറയുന്നു. അതെ, മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണ്. ഇപ്പോൾ 304 ആണ് ഇട്ടുള്ളത്. ഇത്രയും സമയം വരാണ് കസ്റ്റഡിയിൽ വെച്ചിട്ട്, അതായത് അനധികൃതമായിട്ട് ഇല്ലീഗൽ കസ്റ്റഡി വെച്ചിട്ട് ഉപദ്രവിച്ചത് പ്രത്യേകിച്ച് യാതൊരു വൈരാഗ്യമോ കാര്യങ്ങളോ ഇല്ല എന്നാണ് CBI കണ്ടെത്തിയത്. പക്ഷെ ഒരിക്കലും ഒന്നും വൈരാഗ്യം ഒന്നും ഇല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ അടിക്കേണ്ട ആവശ്യമില്ല. 12 പേരില്ലേ. സർക്കാരിലെ ഉന്നതരുമായുള്ള ബന്ധമാണ് അജിത് കുമാറിനും സുജിത്ദാസിനും ഉൾപ്പെടെ ക്ലീൻ ചീട്ട് കൊടുത്തതിന് കാരണമെന്ന് PV അൻവർ പറഞ്ഞു. ഇവരുണ്ടാക്കുന്ന സാമ്പത്തിക സ്രോതസ്സിൽ വലിയൊരു ശതമാനം പങ്കുപറ്റുന്ന സർക്കാരുമായി ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ചില വ്യക്തികൾ ആ ശൃംഖലയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കാര്യങ്ങൾ ഇപ്പോഴും അന്വേഷിച്ച് എവിടെ എത്താത്തത്. കേസിന് പിന്നിൽ ഉന്നത ഉദ്യോഗസ്ഥരടങ്ങിയ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നും അതിനാലാണ് ഉന്നതരിലേക്ക് അന്വേഷണം പോകാത്തതെന്നുമാണ് കുടുംബം പറയുന്നത്. കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് കുടുംബം. അൻരൂപ് ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1, മലപ്പുറം.